മനുഷ്യന്റെ ശരീരത്തിൽ റൂഹ് നിലനിൽക്കുന്ന കാലത്തോളം, ശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം ബോധ്യമുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് ബോധമുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഇബാദത്ത് നിസ്കാരം മാത്രമാണ്. അല്ലേ? സക്കാത്ത് ഉള്ളവും കൊടുത്താൽ മതി, ഇല്ലേ കൊടുക്കണ്ട. ചില ഒരു വർഷം കൊടുക്കാനുണ്ടാവും, അടുത്ത വർഷം ഉണ്ടാവില്ല. ഹജ്ജ് വൺസ് ഇൻ ലൈഫ് ടൈം പോയാൽ മതി. പക്ഷെ നിസ്കാരം ഒരു ദിവസം 5 നേരം. നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കണം, ഇരിക്കാൻ കഴിയാത്തവൻ കിടക്കണം, കിടന്ന് നിസ്കരിക്കണം. കിടന്നിട്ടും കൈകാലൊന്നും ഉയർത്താൻ പറ്റില്ല, എന്നാൽ തല കൊണ്ട് ആംഗ്യം കാണിക്കണം. അല്ലാഹു അക്ബർ, റുക്കൂ, അല്ലാഹു അക്ബർ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ. ഇത് കഴിയില്ലേ, കണ്ണിന്റെ കൺപോള കൊണ്ട് ആംഗ്യം കാണിക്കണം. അതിനും കഴിയില്ലേ, മനസ്സിനുള്ളിൽ ഞാൻ നിസ്കരിക്കുകയാണെന്ന് ബോധിക്കണം. ചിലപ്പോൾ എന്തുണ്ടാവും, കോമയിലാണെന്ന് ആൾക്കാർ പറയും. ഡോക്ടർമാർ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ടാവും, ഞാൻ അടുത്തറിയുന്ന എൻ്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് കോമയിൽ ആയിപ്പോയി. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേഴ്സുമാർ പറയുന്നുണ്ട് രക്ഷപ്പെടും തോന്നുന്നില്ല, ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ 1 വർഷം ആയിട്ടില്ല ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ ആളുടെ ഹാർട്ട് ബീറ്റിന് പ്രശ്നമാണ്, എല്ലാം മൾട്ടിപ്പിൾ ഫെയിലിയർ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിലാണെങ്കിലോ സംവിധാനങ്ങൾ വളരെ പരിമിതമാണ്. പക്ഷെ അവരുടെ ICUവിൽ കയറ്റിയിരിക്കുകയാണ്, വെന്റിലേറ്ററിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അവരെന്നെ പറയുന്നുണ്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഈ രക്ഷപ്പെട്ടു വന്ന മനുഷ്യൻ പറയാം, ഞാനിത് കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കണ്ണു തുറന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷെ എന്നെ വേറെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ എന്ന്. എന്നിട്ട് അവിടുന്ന് ബന്ധുവായൊരു ഡോക്ടർ ചെന്ന് കാണുമ്പോഴാണ് എന്ത് പണിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുന്ന് കോഴിക്കോട് കൊണ്ടുപോകുന്നത്. ആൾ രക്ഷപ്പെട്ടു. അപ്പോൾ ആൾ പറയാം, ഞാനിത് കേൾക്കുന്നുണ്ട്, നഴ്സുമാരുടെ അടുത്തുനിന്ന് ഒന്ന് പോകുന്നത്, ഇയാളിപ്പോൾ കഴിയൂട്ടോ, സാധ്യതയല്ല, രക്ഷപ്പെടാൻ സാധ്യതയല്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കും എൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ബോധ്യമുണ്ടോ, ഒതുടുക്കാൻ നിങ്ങൾക്ക് സംവിധാനമില്ല, എന്നാൽ പോലും ദറൂറത്തൻ നിങ്ങൾക്ക് ഒതുമില്ലാതെയും നിങ്ങൾ അവിടെ നിസ്കരിച്ചേ പറ്റൂ. മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ ഓർക്കണം, ഞാൻ നിസ്കരിക്കുക, അപ്പൊ നിൽക്കുകയാണ്, ഞാൻ ഇപ്പോൾ റുക്കൂഇലാണ്, ഇഅ്തിദാലിലാണ്, സുജൂദിലാണ്, തഹിയ്യാത്തിലാണ്. ഖൽബ് കൊണ്ട് ഓർക്കൽ നിർബന്ധമാണ്. അതും ഓർക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ലേ, നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമില്ല. ബോധമുള്ള കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞ 5 വക്ത് നിസ്കാരം, ഇത് പറയുമ്പോൾ മനസ്സിലാക്കണം എന്താണ് നിസ്കാരത്തിന്റെ വില എന്ന്.